ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ടെറസിലെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ തന്നെ എന്താ നോക്കുന്നത് എന്നല്ലേ, നമ്മുടെ പൂച്ചപ്പഴമൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്, അത് പറിച്ചു തിന്നുകയാണ്. ഇതുപോലെ ഫ്രഷായി അപ്പോൾ തന്നെ പറിച്ചു തിന്നുന്ന ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ചെടുത്തു. പിന്നെ ഇതുപോലെ അവിടെ ഇവിടെ കുറച്ച് പയറൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അതും എല്ലാം പറിച്ചെടുത്തു. പയറൊക്കെ നല്ല തളർപ്പും പച്ചപ്പോടെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ തക്കാളിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടെറസിൽ ഗാർലിക് വൈനൊക്കെ പൂത്ത് നിൽപ്പുണ്ട്, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഞാൻ വളരെ കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഗാർലിക് വൈനൊക്കെ ഇപ്പം പൂത്ത് നിൽക്കുന്നത്. ഇത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നോക്കുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ കാണുന്നതും ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം, നമ്മളെപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല. മറ്റുള്ള ഒരാൾ നടുന്ന രീതിയായിരിക്കില്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ അതേപടി ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇതെല്ലാം ജസ്റ്റ് ടൈം പാസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റായി മാത്രം കാണുക. ചില ആളുകൾ ഒരു ചെടി എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയാൻ മേലാത്തവരും ഒരു പ്ലാന്റ് പോലും നടാൻ മെനക്കെടാത്തവരൊക്കെയാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നത്. ചില ആളുകൾ എപ്പോഴും ഇങ്ങനെയാണ്, നമുക്കെപ്പോഴും പോസിറ്റീവ് തരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ചിലർ നമ്മൾ എന്ത് നെഗറ്റീവ് എന്താണെന്നാണ് കൂടുതലായി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഗാർലിക് വൈൻ ചെടി ഒക്കെ പൂത്ത് നിൽക്കുന്നത് കാണാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിറയെ തേനീച്ചകളും വണ്ടുമൊക്കെയാണ്. അപ്പോൾ നമ്മൾ നട്ടു വളർത്തിയ ചെടിയുടെ അവകാശികൾ അവരായിരിക്കും. അതിൻ്റെ അടുത്ത് ഒന്ന് ചെന്ന് നിൽക്കാൻ നമ്മൾ പേടിക്കണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? പൂത്തിളഞ്ഞ് നിൽക്കുകയാണെന്നും പറഞ്ഞ് അതിൻ്റെ അടുത്ത് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചുരുക്കം. പിന്നെ ടെറസിൽ ഞാൻ ഓരോന്നും നട്ടിരിക്കുന്നത് ബക്കറ്റ്, ഗ്രോ ബാഗ്, നഴ്സറി ബാഗ്, തെർമോക്കോൾ പെട്ടി എന്നിവയിലൊക്കെയാണ് ഓരോന്നും നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ടെറസിൽ നിൽക്കുന്ന റോസിലൊക്കെ നിറയെ മുട്ടുകളും പൂവുകളും ഒക്കെയാണ്. അതിൻ്റെ കാരണം പ്രധാന ഘടകമെന്ന് പറയുന്ന വെയിൽ തന്നെയാണ്. പിന്നെ പാവൽ, ചോളം, വെള്ളരി ഇതെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിയിലെല്ലാം കായകൾ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഒന്നും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.